ആ ചേച്ചിയും ചേട്ടനും എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അവിടെ ചെന്ന് അവിടെ സെറ്റിൽ ആവുന്നത് വരെ എല്ലാ കാര്യത്തിനും അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്താവശ്യം ഉണ്ടെങ്കിലും അവരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാവുന്ന പോലെ അവർ ചെയ്തു തരും. അതായത് എനിക്ക് മാതാവ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാതാവ് അവരിലൂടെ എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് കയറി. ഇപ്പം 5 മാസം കഴിഞ്ഞു, 6ാം മാസമാണിത്. അതിനിടയ്ക്ക് എനിക്ക് നാട്ടിൽ വരാൻ പറ്റി. പിന്നെ ഞാനൊരു നിയോഗം വച്ചിരുന്നത് എൻ്റെ അനിയത്തിയുടെ കല്യാണം, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ കല്യാണം, അതിങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ കുറച്ച് നാൾ നീട്ടി വച്ചിരുന്നു. അവസാനം ഒരു ഡേറ്റ് പറഞ്ഞത് ജനുവരി മാസം നടത്താമെന്നാണ്. അപ്പോഴും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾക്ക് നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നൊരു വേദനയുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. മാതാവിനെ മുറുകെ പിടിച്ചു, മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. എൻ്റെ ഒരു നിയോഗമായിരുന്നു അത്. മാതാവെ പറഞ്ഞ ഡേറ്റിൽ തന്നെ ആ കല്യാണം നടത്താൻ ഞങ്ങളെ കൊണ്ട് സാധിക്കണം എന്നുള്ളത്. ഈ ജനുവരി 7-ാം തീയതി എൻ്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു. ഏറ്റവും നന്നായിട്ട് തന്നെ അത് നടത്താൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. ഈ 5 മാസമായുള്ളൂ ഞാൻ പോയിട്ടെങ്കിലും ആ കല്യാണത്തിൽ കൂടാനും എനിക്ക് സാധിച്ചു. ഇനി ഞങ്ങൾ ഈ 1-ാം തീയതി, ഫെബ്രുവരി 1-ാം തീയതി ഞാനും കൊച്ചും ഹസ്ബൻഡും ന്യൂസിലൻഡിന് പോവുകയാണ്. അതിനിടയ്ക്ക് ഓരോ ചെറിയ കാര്യങ്ങൾക്കും മാതാവ് എനിക്ക് കൂട്ടുനിന്നു. എൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും മാതാവെ ഞാൻ ഇന്ന ആവശ്യത്തിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ ആവശ്യത്തിനും മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ കരുതിയിട്ട് പോയി. എല്ലാ കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് നടത്തി തന്നു.